അച്ചാർ കൊതിച്ചി. ഇങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോൾ ആ പേര് ഞാൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഉണ്ടോ കേൾക്കാറുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ശരിക്കും ഒരു അച്ചാർ കൊതിച്ച് തന്നെയാണ്. എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന പ്രജേഷ് ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പുളിയേലി പിക്കിൾസ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേന്ന്. അങ്ങനെ എനിക്ക് കുറച്ചധികം പിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് അവരുടെ ഫിഷ് പിക്കിളാണ് കേട്ടോ. ഈ എല്ലാ പിക്കിൾസും കഴിച്ചിട്ട് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടാലേ മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയാണെന്ന്. പിക്കിൾസ് മാത്രമല്ല, ചമ്മന്തിപ്പൊടിയും പുളിയിഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതാ കഴിക്കുന്നത് പുളിയിഞ്ചിയാണ്. എനിക്ക് പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ ഓണമാണ് ഓർമ്മ വരുള്ളൂ. ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 കറികളിൽ പുളിയിഞ്ചി വളരെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഡേറ്റ്സ് പിക്കിൾ കഴിക്കുന്നത് ഒരിക്കൽ എം.ജി യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി കഴിച്ചപ്പോൾ കൂടെ ഡേറ്റ്സ് പിക്കിൾ കിട്ടി. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇടയ്ക്ക് നാരങ്ങച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്ത് അമ്മേനെ കൊണ്ട് കുറച്ച് ഡേറ്റ്സ് ഇടിപ്പിക്കാറുണ്ട്. ഇവരുടെ ഡേറ്റ്സ് പിക്കിൾ കിഡിലനായിരുന്നേ. ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവരുടെ ഉണക്കമുന്തിരിയും നാരങ്ങയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നാരങ്ങയുടെ ആ ഒരു പുളിയും ഉണക്കമുന്തിരിയുടെ ആ ഒരു മധുരവും കൂടെ വരുമ്പോൾ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവരുടെ ഡ്രൈ ഫിഷ് ചട്നി പൗഡറാണ്. നല്ല ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ കിടിലനായിരിക്കും. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസിന് അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന്. ആക്ച്വലി ഇത് ഹോം കുക്കിംഗ് സ്റ്റൈലിലാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലേവേഴ്സോ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ വല്ല ഗർഭിണികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആലോചിക്കാൻ വയ്യാട്ടോ. ഐ എം സോ സോറി. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കമൻസിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം പിൻ ചെയ്തേക്കാം കേട്ടോ.